ഗൈസ് ഇന്ന സ്കൂളിട്ട് പെരീക്കൊണ്ടും കേട്ടാതെ ഇന്നെ കാറുണ്ടാക്കാൻ പറഞ്ഞു. നിങ്ങൾ നോക്കി ചോറ പച്ചവെള്ളം കൂടി വാങ്ങിണ്ടാ ആകെ 20 രൂപയ്ക്ക് ഒരു മിച്ചർ അതും ഞാൻ വാങ്ങിയത്. എന്നിട്ട് ഒരെണ്ണാടി ഇരുന്ന് നിന്ന് കണ്ടാ വണ്ടി ഫുള്ള് വർക്കിലാണ്. ഈ ടയർ ആരതാണ്? നമ്മളെ ടയറാണ്. അപ്പോൾ വണ്ടി ഞങ്ങൾ ഫുള്ള് അതിൻ്റെ ബ്രേക്ക് പാഡൊക്കെ മാറ്റാണ്ടായിന്. എന്താണ് നമ്മളെ വണ്ടി ഇത് നമ്മളെ സ്വന്തം ആളതാണ്. പെട്രോൾ ഹെഡ്. ഇത് റിബുവിൻ്റെ ഇപ്പം കൊണ്ടുവന്നിട്ടാണ്. ഇത് മെർസിഡസ് ആണ്. എഞ്ചിന്റെ പണിയായിട്ട് വന്നാണല്ലോ. കാണിച്ചു തരും. അപ്പൊ ഇതാണ് റിബുവിന്റെ മെർസിഡസ് ആണ്. അളിയൻ കാസർഗോഡ് കല്യാണം കൂടാൻ പോയതാണ്. അപ്പം എന്റെ ബുഗാട്ടിയോ കൂട്ടുകാരന് കല്യാണത്തിന് കൊടുത്തില്ലേ? റോഡ് ഷോ ഉണ്ടാണ്, പട്ടി ഷോ ആണ്. അപ്പൊ ഇന്നിപ്പോ റിബു താടി മ്യൂസിയം പഠിച്ചാണ്. കാരണം ഇന്ന് സൂപ്പർ വാവ അടിച്ചിരിക്കണ കാരണം. അപ്പൊ റിബു സൂപ്പർ വാവ ചെയ്തൊക്കെ ചെയ്യും. കാരണം മേറിന് റിബു ആണെന്നാ പറയണത്. ഓനക്ക് ഇഷ്ടാണ്. റിബുവിന് മേറിന് ഇഷ്ടാണ്. എന്തായാലും തല്ലോ. മസ്റ്റാണ്. ആക്ക് പാടില്ല. മേറിനെ തൊട്ടാ റിബുവിന് സീനാണ്. നാളെ സെമീറിനെ അടിച്ചു ഉറപ്പാണ്. ഇപ്പൊ സൂപ്പർ വാവിന്റെ ആളാണ്. മേറിന് സൂപ്പർ വാവൻ പറഞ്ഞാൽ റിബുവിന്റെ സ്വന്തമാണ്. അത്രേ ഉള്ളൂ. മേറിനാണ് റിബുവിന്റെ ആള്. ഇപ്പൊ എപ്പോഴും മേറിനെ നോക്കി നടക്കാണ്. ട്രൂലാവാണ്. മേറിന്റെ സ്വന്തം ആളാണ്. മേറിന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടം പരിഗണിക്കണം. ഇപ്പൊ പണിക്കോ മാത്രം എന്താ വെച്ചാല് മേറിനെ പറ്റൂല. അപ്പൊ ഇനിയുള്ള ഉദ്ദേശം എന്താ പറയുമ്പോ അന്റെ ഓളെ കെട്ടുക ഞാനൊന്ന് കത്തിക്കേറും. പിന്നെ ഓളെ അടിക്കോടും ഞാൻ കയറും. പിന്നെ റിബോറും. പിന്നെ വേണമെങ്കിൽ ഡിവോഴ്സ് കാര്യങ്ങളാണ് വിഷയം. പിന്നെ ഞാൻ പണി നമ്മൾ നോക്കും. അതാണ് റിബുവിന്റെ റേഞ്ച് പറഞ്ഞാൽ. പിന്നെ സീനാണ്. കാരണം റിബു ഫുള്ള് ഇങ്ങനത്തെ ഒരു 5-6 വണ്ടിന്റെ പേരിലുണ്ടാവും. ഇങ്ങനത്തെ കണ്ട വിളിച്ചതല്ല അല്ലാത്ത റിബുവിന്റെ മെയിൻ ഉദ്ദേശം കാലിന്റെ പെരിയിൽ കൊണ്ടിട്ട് പണിക്ക് പോവാതെ ഓന്റെ ഔട്ട്ഫിറ്റ് നോക്കി നിങ്ങള്. ഇതാണ് ഓന്റെ ഔട്ട്ഫിറ്റ്. സ്കൂളിൽ നിന്ന് വരുന്നതാണ്. സ്കൂളിൽ നിന്ന് വന്നാലും അങ്ങനെയാണ്. സ്റ്റാൻഡേർഡിലേ പോകുള്ളൂ. പിന്നെ 10 റുപ്യന്റെ മിച്ചറൊക്കെയാണോ വാങ്ങി നടക്കുക. മിച്ചർ വാങ്ങിയിട്ട് കാര്യമല്ല. ഇച്ചിരി തിന്നാൻ തന്നെ രണ്ടാളും കഴിച്ചിട്ട് രണ്ടാളും തീർത്തു. ഓരോ വരല ഓരോ. അതെന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ പൈച്ചിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി സർവീസിന് കൊടുത്താണ്. അപ്പൊ ഞങ്ങൾ അതിന് വന്നതാണ്. ഞങ്ങളപ്പോ വണ്ടി വണ്ടി ഒന്ന് കാണിച്ചെടുത്താൽ വണ്ടി കാക്കണ നമ്മളെ വണ്ടി കാക്കണ കണ്ടോ. സെലേരിയോ നല്ല വണ്ടിയാണ്. വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ റിബു സെമീറിനെ തല്ലാൻ പോവാ. എറണാകുളത്ത് അവിടെ ഒന്നുകൂടി റിബു ഇഷ്ടം. സെമീർ നല്ല തന്നെയാണ്. ഞാൻ സെമീറിന്റെ ആളാട്ടോ. അപ്പൊ സെമീറിന്റെ ആളാണ്. സെമീറിനെ ഇപ്പൊ ആളാക്കൂല. പോട്ടെ. അപ്പൊ ഗായ്സ് ഞങ്ങള് നോക്കി അനക്കാക്ക് ഒരു കരിമ്പ് ജ്യൂസ് വേണം പറഞ്ഞപ്പോ കുടിക്കാൻ അങ്ങനെ ഇറങ്ങിയതാ. അപ്പൊ ഒന്നുമല്ല റിബുവിന് ഞാൻ 12 സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കണേ. 12:30 ആ പെരിയിലും എത്തി. അപ്പൊ എന്നെ കയറ്റി പോകുന്നതാണ്. ഒരു പച്ചവെള്ളം കൈസ് വാങ്ങി തന്നെ. പച്ചവെള്ളം എന്നിട്ട് ഞാൻ വാങ്ങിയ മിച്ചറും തിന്നാണ്ടിരുന്നു. വാണോ വെച്ചാ പിന്നെ പരീക്ഷ എന്താ അത് പറയാണ് കരിമ്പ് ജ്യൂസ് വാങ്ങി തന്നിരുന്നു. അപ്പൊ ഞങ്ങള് ടൈറ്റ് ആണല്ലോടാ. അപ്പൊ ഇതാക്കണ റിബു ഇതാക്കണ ഇവിടെ. അപ്പൊ ഇതാക്കണ ഇത് നമ്മളെ സ്വന്തം കരിമ്പുഴ എവിടെയാണ്? KTDC ഹോട്ടലിന്റെ നേരെ 100 മീറ്റർ മുന്നേ ആയിട്ട് എല്ലാവരും നമ്മളെ സ്വന്തം കരിമ്പും കടയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് റിബു ആണ്. സൂപ്പർ വാവൻ്റെ മെയിൻ ആളാണ്. സെമീറിനെ പറ്റൂലോന്. അനു ഇതാക്കണ്. അനുണ്ട്, എല്ലാവരും ഉണ്ട്. റിബുവിന് ഇപ്പോൾ കരിമ്പ് ജ്യൂസ് വാങ്ങണം. അപ്പോൾ അല്ലേ മോരുമ്പള്ളാക്കിയോ? അപ്പോൾ റിബു മോരും വെള്ളം, ഞാൻ കരിമ്പ് ജ്യൂസ്, അനു മോരും വെള്ളം.
നമ്മള് പിന്നെ കരിമ്പിൻ ജ്യൂസാണ് നാച്ചുറലി നമുക്ക് ഇഷ്ടമുള്ളൂ. അത് വളരെ നല്ല തീരുമാനമാണ്. അതൊക്കെ പഴയ മോഡല് ബുള്ളറ്റ് ടൈപ്പാണത്. സംഭവം റെങ്കില്ല, പുതിയ വണ്ടിയാണ്, പക്ഷെ പഴയ മോഡലാണ് സംഭവം. ഇപ്പോഴത്തെ പുതിയ മോഡല് നമ്മളെ മോരുമ്പള്ളം വന്ന് റിബുവിന്റെ കുട്ടിന്റെ പേരേക്ക് ഇന്ന് പോകുന്നുണ്ട് ഞങ്ങള്. എല്ലാരും ഇപ്പോ കുട്ടിനെ കാണാൻ പോകുന്നുണ്ടോ? ആണ്ടോ റിബുവിന്റെ കുട്ടി. അപ്പം മേരോ അത് വേറെ രണ്ടാമത്. ഫസ്റ്റ് റിബുവിന്റെ സ്വന്തം ആരാണ്? ഫൗമിയ. റിബുവിന്റെ ഫൗമിയാനെ കാണാൻ ഇന്ന് നമ്മള് പോകൂലേ? ഇന്ന് ഞങ്ങള് പോവും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫൗമിയാനെ കാണാൻ പോകും. എല്ലാ കാര്യങ്ങളും സെറ്റാക്കും. വേറെ നമ്മൾ പിന്നെ എപ്പോഴേലൊക്കെ ഒന്ന് പോയി കാണും. ഞങ്ങൾ എറണാകുളം വേറെ ട്രിപ്പ് പോകുന്നുണ്ട്, ഷൂട്ടിന് വിളിച്ചിരിക്കണം. അപ്പോൾ ഞങ്ങൾ പോകും. ഇവിടുത്തെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ റിബുവിന് ഇതേപോലെ ഇങ്ങനെ കുട്ടികളൊക്കെ പോകുമ്പോൾ അങ്ങനെ നോക്കുക. ഇതൊക്കെയാണ് പരിപാടികൾ. നല്ല അടിപൊളി സ്ഥലമാണ്. ആൾക്കാരൊക്കെ നോക്കി നിങ്ങൾ. നമ്മളെ കരിമ്പയാണ്. റിബു ആക്കണ് പോയി, ആല് ആക്കണ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി സർവീസൊക്കെ കഴിഞ്ഞ് പോവാണ്. സർവീസിനൊക്കെ കൊടുത്ത് വണ്ടി സർവീസൊക്കെ കഴിഞ്ഞു. സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ ബലിക്കൊക്കെ കിട്ടി, മോരുമ്പള്ളൊക്കെ കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ കുടിച്ചണം. ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടൂല. റിബുവിന് കിട്ടിക്കണ്, റിബുവിന് കണ്ടമാനം കിട്ടിക്കണ്. റിബുവിന് കണ്ടമാനം കിട്ടിക്കണ്. റിബു എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ആളാണ്. അത്യാവശ്യം നല്ല കുട്ടികളും കാര്യങ്ങളൊക്കെ എല്ലാതാണ്. നമ്മളെ സാധനം തന്നെയാണ് കേട്ടോ. റോട്ടിൽ കൂടെ വണ്ടികൾ പോയാൽ റിബുവിനെ കുറ്റം പറയും. അതാ പണി. റിബു ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ്. ഇപ്പൊ റിബു അനക്ക് മേറിന് ഇഷ്ടമാണ്. നെറ്റ് കണ്ടെടുത്താ കണ്ടുകൂടാ. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ്. ഇതാണ് പറയണേ. അപ്പൊ ഞങ്ങള് ഇതാക്കണ പോവാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു. മൊത്തം കഴിഞ്ഞ് ഞങ്ങള് നേരെ പോവാണ്. ഇതാക്കണ റിബു ഒക്കെ ആക്കണേ. റിബു കയറി. ചിലവർക്ക് ചില ഇഷ്ടം, എല്ലാവർക്കും ഒരു ഇഷ്ടമായിന്ന് വരില്ല. അപ്പൊ മെഹറിനെ പറ്റി ഇഷ്ടമായിരിക്കും, ഓക്ക് തിരിച്ചു തന്നെ ഇഷ്ടമാണ്. അതെന്താണ്? അത് കാരണം റിബുവിനെ പറ്റാത്തോലെ ആരുമില്ല. റിബുവിനെ പറ്റാത്തോലെ ആരുമില്ല. അതുകൊണ്ടാണ് റിബുവിനെ ഇത്. ഇപ്പൊ റിബുവിന് എന്താ വെച്ചാല് റോട്ടിൽ കണ്ട വണ്ടികള് അതൊന്നും പറ്റൂല, അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ പറയാം. അതായത് ഞങ്ങളിപ്പം കുറെ പരിപാടികളുണ്ട് ഇനി. അപ്പൊ ഞങ്ങൾ ഇനി കരിമ്പ് ജ്യൂസൊക്കെ അടിച്ച് പെരി പോവാം. അപ്പൊ ഇനി പെരി പോയി ചോറ് തിന്നണം. ചിലപ്പോ സ്കൂളിൽ നിന്ന് ഉച്ചക്ക് പോകുന്നതിന് മാനൊക്കെ ചീത്തയൊക്കെ കിട്ടും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇല്ല? അപ്പൊ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഇപ്പൊ മറ്റേ ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടേക്ക്. ഇവനൊക്കെ വിജയബരിന്റെ ടീമാണ്. വിജയബരി ഞാനില്ല, ഞാൻ പഠിച്ചോണ്ട് ക്ലാസ്സും ചായയും പഴംപൊരി. പ്ലസ് 1 6 വിഷയം ജയിച്ചു. 6 ഡബിൾ പാസ്. 6 ഡബിൾ പാസ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കാര്യമില്ല. 6 ഡബിൾ പാസ്. പിന്നെ ഉള്ളത് പറഞ്ഞാ 6 ഡബിൾ പാസ് ആണ്. പക്ഷെ 3 പോയിക്കണേ. അത് 3 പോയിക്കണത്. അത് ഞാൻ ഡബിൾ പാസ് ചെയ്യാൻ കൊടുത്തിട്ടാണ്. 3 പോയിക്കണേ. ആ 3 പറഞ്ഞയച്ച് 2 മാർക്കിനാണ് ഓരോന്നും പോയിക്കണത്. ആ 3 ഞാൻ 2 മാർക്ക് പോയതല്ലേ? പോയി. പ്ലസ് ടു തോക്കൂലല്ലോ. പ്ലസ് 1 തോറ്റ് ഇല്ല. പ്ലസ് 1 ഞാൻ തോക്കൂല. പ്ലസ് 2 പ്ലസ് 1 ഒരു മാർക്ക് ഉണ്ടാക്കി ഇനി ഉണ്ടാക്കിയാ മതി. ഒരു കൊല്ലത്തിൽ ഇവൻ ആകെ 4 വട്ടാ പോയത്. ഒന്ന് ഓണപ്പരിപാടി, ഒന്ന് ക്രിസ്മസ് പരിപാടി, ഗെറ്റ് ടുഗദർ. അതേപോലെ ഗെറ്റ് ടുഗദർ ആയിട്ടില്ല. മറ്റേ ഇത് വരുമല്ലോ, സെന്റ് ഓഫ് പോലത്തെ ഒരു പരിപാടി ആവണുള്ളൂ. പിന്നെ ഒന്ന് ടൂറിന് ഞാൻ പോയിട്ടില്ല. കുട്ടി വിട്ടില്ല, സ്കൂളിൽ നിന്ന് വിട്ടില്ല. കാരണം ഇപ്പം ഇതാണ് ഇപ്പൊ എന്റെ ഒരു അവസ്ഥ. എല്ലായിടത്തും ഇവനക്ക് ഇങ്ങനെ പോകണം. എന്താ പിന്നെ ഓനെയൊക്കെ ചെയ്യും. അപ്പൊ ഞങ്ങള് വണ്ടിയൊക്കെ സർവീസ് ചെയ്തു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കണ്ടോ വണ്ടിയൊക്കെ ബ്രേക്ക് ഇല്ല. പക്ഷെ ബ്രേക്ക് കിട്ടണില്ല. ക്യാമറ അളക്കണ്ടത്. ക്യാമറ അളക്കാന്ന് പറഞ്ഞാൽ നിങ്ങള് ബ്രേക്ക് കിട്ടുന്ന ഇതാണ്. പിന്നെ ഒന്നും പറ്റൂല.
അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ നാളെ എന്താ പരിപാടി? നാളെ ഇനിയിപ്പോ അളിയനെ വിളിച്ചണ പേരേക്ക് തക്കാരങ്ങളുണ്ട്. തക്കാരാണ്. അപ്പൊ നാളെ എന്റെ സ്കൂൾ ലീവാണ്. നാളെ റിബുന് ലീവാണ്. റിബുന് പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ പരിപാടി ലീവാണ്. എന്താ നമ്മളെ കല്യാണത്തിനെ കുറിച്ചൊരു അഭിപ്രായം തന്നെയുണ്ട്. കല്യാണം പറഞ്ഞ തലേന്ന് മുതൽ പറയാനുണ്ടെങ്കിൽ കൊറേ എന്ത് എന്താ എന്റെ അടങ്ങേറ് എന്തൊക്കെയാണ്? ഇന്റെ അടങ്ങേറ് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇന്റെ ബാക്കിക്കാരുടെ മൂത്ത ഓരോ തൊഴിലും സമാധാനം തീരല്ല. ഇല്ല, ഒരു ഭാഗത്തേക്ക് പിന്നെ മറ്റേതെടുക്ക്, അവിടെ പിന്നെ ഇപ്പഴത്തെ എടുക്ക്. അതിന് ഇവരെ ഇപ്പം മെയിൻ ആയിട്ട് ഇപ്പം പണി കൊറേ എടുത്തിട്ടില്ല. ചീത്തോടെ ചീത്ത കാര്യമായിട്ട് ഞാൻ പറയാ. ഞാനും അൻസിഫലിയനും നവാസലിയനും ഉള്ളീനെ അവിടെ. ആ ലാളിയന്മാരൊക്കെ എടുത്തിക്കണേ, എല്ലാരും എടുത്തിക്കണേ. അത് വേറെ. റിബു പറഞ്ഞാലേ കല്യാണത്തിന് അത്രയും ആൾക്കാർ വന്ന് ഞങ്ങളൊക്കെ പണി എടുക്കുമ്പോ റിബു വിളിച്ചുമ്പോ എന്താ അല്ല രാത്രി വിളിച്ചപ്പോ രാത്രി അത്രയും തിരക്കില് ഞാൻ പണിയെടുത്ത് കൊടുക്കുമ്പോ റിബു വിളിച്ചപ്പോ റിബു പറഞ്ഞു ഞാൻ ചുങ്കത്രയാണ് വണ്ടി കൊണ്ടുവരാൻ പോയതാണ്. വണ്ടി കൊണ്ടുവരാൻ അപ്പൊ കമ്പനിക്കാരന്റെ വണ്ടി. അപ്പൊ അത്യാവശ്യമായിട്ട് രാവിലെ വിളിച്ചപ്പോ പബ്ജി കളിച്ച ഇതൊക്കെയാണ് ഓന്റെ അവസ്ഥ. എന്നിട്ട് കുറ്റം മുഴുവോ ഞങ്ങൾക്കോ ഞങ്ങളെ മൂത്താപ്പാർക്കും അമ്മൂമാർക്കും ഒക്കെ അറിയോ. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്കറിയാം. അതാണ് ഇപ്പൊ സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഓഫ് ആക്കണതിന് മുന്നേ പോലെ വർത്താനം പറഞ്ഞു. അത് നമ്മളെ ഒരിക്കലും പക്ഷെ എന്റെ ബാക്കിക്കാരങ്ങനെ പറയണേ. പക്ഷെ അവർക്ക് സ്നേഹമുണ്ട്. നമ്മളെ വെല്ലിപ്പ കല്യാണത്തിന് അങ്ങട്ടും ഇല്ല ഇങ്ങട്ടും ഇല്ല. വെല്ലിപ്പ പരിപാടി ആ ചൂടോടെ എല്ലാം നടക്കും. പക്ഷെ ഈ കല്യാണം വെല്ലിപ്പോ സാറതിന് ഞാൻ പറയും. കാരണം ഞങ്ങളോട് വലിയ പണി എടുപ്പിച്ചിട്ടില്ല, പണിയെടുക്കാൻ വന്നിട്ടില്ല, പറയാനും വന്നിട്ടില്ല. കാരണം ഇത് നന്നാവില്ല അറിയാം. വെല്ലിപ്പ പറഞ്ഞ ലോട്ടറിയാണ് ഞങ്ങക്ക്. ഞങ്ങളെ ലോട്ടറിയാണ് ഞങ്ങളെ വെല്ലിപ്പ. സാധനമൊക്കെ അറിയുമ്പോ ഇടക്ക് പപ്പാന് കോഴിക്കോട് കൊണ്ടിട്ട് പപ്പാന് ഊറ്റും. അത് വേറെ. ഇനി ഞമ്മക്കൊന്ന് കോഴിക്കോട് പോകണ്ട. ട്രിപ്പ് കോഴിക്കോട് പോകണം. അന്ന് ഞങ്ങള് ഫസ്റ്റ് വ്ളോഗ് ഞങ്ങൾ തുടങ്ങുമ്പോ ഞങ്ങള് വ്ളോഗ് തുടങ്ങിയപ്പോ നമ്മളെടുക്കാതെ കോഴിക്കോട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അങ്ങനെ പോയി. കാരണം റിബുവിന് കുട്ടികളെ കാണണം. റിബുവിനില്ല കുട്ടികളെയൊക്കെ കാണാം. അവിടുന്ന് ഒരു കുട്ടിനെ കണ്ട് ഇൻസ്റ്റൈഡ് കിട്ടി. ഇൻസ്റ്റൈഡ് നമ്മള് തപ്പിയെടുത്തു. അങ്ങനെ എന്തൊക്കെ മോഡലിങ്. അപ്പൊ പിന്നെ റിബുവിന് അപ്പോഴും മേറിനെ പറ്റിയിട്ടുള്ളൂ. റിബുവിന് മേറിനെ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങള് നാട്ടിലിങ്ങനെ എത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി നാട്ടിലെത്തിയ ചെക്കന്മാരൊക്കെ ഒരു നോട്ടുണ്ടാവും. ഈ ജാതി വൈബും ഒരു എന്താ പറയാ നാച്ചുറൽ ആയ ഒരു പ്ലേസ് എവിടെയും കാണാം. മക്കളെ ഇനി ഞങ്ങളെ വ്ളോഗിൽ ഇതുവരെ പെടാത്ത പെട്ടിട്ടുണ്ടാവും. നിങ്ങള് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട്. അതില് മെയിൻ ആയിട്ട് ഒരാളുണ്ട്. നിങ്ങള് കല്യാണത്തിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ടും ഇടാത്ത ഒരാളുണ്ട്. ഞങ്ങളെ ഡ്രസ് കോഡിൽ വരാത്ത ഒരാളുണ്ട്. ഓനെ കാണണം. ഓനെ ഞങ്ങള് കാട്ടി തരും. സുഹൃത്തുക്കളെ എന്താണ് നടന്നത്? ഇതാണ് ഞങ്ങളുടെ നാട്ടിലത്തെ മുകേഷ്. അതൊന്ന് സൂം ചെയ്ത് ചെക്കൻ പറഞ്ഞ നോക്കി. അത് മുകേഷ്, നമ്മളെ സാറിന്റെ സ്വന്തം മുകേഷ്. മോനെ അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ നാട്ടിലത്തെ മോയും പരിപാടിയാണ്. അപ്പൊ നമ്മളെന്താ പറയുക, നിങ്ങള് സപ്പോർട്ട് ചെയ്യാ, വീഡിയോ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പൊ നമ്മള് തുടക്കമായതുകൊണ്ട് തന്നെ. പക്ഷെ എന്നാലും നമ്മളെ ചില വീഡിയോസിനൊക്കെ 350 മോൾക്കൊക്കെ വ്യൂസ് വന്നപ്പോ നമ്മളെ ഇടക്കര ചന്ത നീനുവിന്റെ കല്യാണത്തിന്റെ ബ്രൈറ്റ് ട്യൂബ് ഒക്കെ അല്ലേ, അതൊക്കെ 350 മോൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പൊ നിങ്ങൾ എന്താ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. അടുത്ത സൂപ്പർ വാമി സെമീറും ആണ് ഞാനും ഇബനും ഒക്കെ. ബേക്കിൽ നിൽക്കണോനും എന്റെ ഇബനാണ്. ഓയ ബേബി ഓയ. ഷെഫീഖാനാടന്റെ മെയിൻ തക്കാരത്തിന്റെ പന്തലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടോ? ഇനി ഞങ്ങക്ക് പറഞ്ഞാൽ ഞങ്ങളെ അളിയന്മാരും സ്വർഗത്തിലേക്ക് ഞങ്ങളെ വെല്ലിപ്പടം ഇരിക്കണ്ടോ കേട്ടോ. ഞങ്ങള് ആദ്യം വെല്ലിപ്പടല്ലേ, ഇപ്പൊ പടല്ല. അവിടെ സാനിയാക്കാന്റെ അമ്മമ്മ ഉണ്ട്, പിന്നെ ഞങ്ങളൊരു അമ്മായി ഉണ്ട്, ഇപ്പപ്പാന്റെ പെങ്ങള്. അതും അതേമാതിരി ഒരു മുതല പാവാണ്. ഞങ്ങളപ്പോ ഞങ്ങള് ഗൈസ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ
അപ്പൊ ഞങ്ങൾ ഇനി തൽക്കാലത്തിന്റെ രാത്രി നെമ്പൂർ പാട്ടിന് പോകണം. ആ ബ്ലോഗൊക്കെ ഞങ്ങൾ വരും. പിന്നെ കുർത്ത കൊണ്ടേ കൊടുക്കാണ്ട് കല്യാണത്തിന് അതൊക്കെ കൊണ്ടേ കൊടുക്കാണ്ട്. അപ്പൊ ഞങ്ങൾ വരും ഗൈസ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് എന്താ പറയല്ലേ? അപ്പൊ ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യാ, ഷെയർ ചെയ്യാം. പണം പോയി പവർ വരുന്ന കളിയാണ്. ഇനി അങ്ങോട്ട് ഫുൾ അതാണ്. അപ്പൊ ഓക്കെ ബൈ.